ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ. ചെറിയൊരു ടോപ്പിക് തന്നെയാണ്, പക്ഷേ എന്നാലും മറ്റു പല പോർഷൻസും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലുള്ള പ്രോബ്ലംസിലൊക്കെ നമ്മൾ അലിഗേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. സോ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അലിഗേഷൻ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ എന്താണ് മിക്സ്ചേഴ്സ് എന്നുള്ളത് നമുക്കറിയാം. രണ്ടോ മൂന്നോ ഐറ്റംസ് നമ്മൾ സബ്സ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്യുക ഒരു റേഷ്യോയിൽ. നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വെസലിൽ ഇത്ര റേഷ്യോ ഉണ്ട്, മറ്റൊരു വെസലിൽ 2:3 റേഷ്യോ. സോ അവ തമ്മിലുള്ള റേഷ്യോ, ആ രണ്ട് കണ്ടൻസും ഒരു സി എന്ന് പറഞ്ഞൊരു വെസലിലോട്ട് കൺവേർട്ട് ചെയ്തു, അതിൽ എത്രയായിരിക്കും ആ ലിക്വിഡ് അല്ലെങ്കിൽ ആ വാട്ടറിന്റെ അവ തമ്മിലുള്ള റേഷ്യോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അലിഗേഷൻ എന്ന് പറയുന്നത് അലിഗേഷൻ എന്ന് പറയുന്നത് അതിന്റെ അത് വെയ്റ്റഡ് ആവറേജ് കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നതാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ബോയ്സ് അതുപോലെ തന്നെ ഗേൾസ്, നമ്മൾ പറയാണ് ഒരു n1 നമ്പർ ഓഫ് ബോയ്സ് ഉണ്ട്, n1 നമ്പർ ഓഫ് ബോയ്സ്, n2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഗേൾസ് ആണ്. ആവറേജ് മാർക്സ് ഓഫ് ബോയ്സിന്റെ ആവറേജ് മാർക്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? A1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗേൾസിന്റെ ആണെങ്കിൽ A2. സോ ഇവരുടെ ഒരു കമ്പൈൻഡ് മീൻ അല്ലെ കമ്പൈൻഡ് ആവറേജ് എന്ന് പറയുന്നത്, കമ്പൈൻഡ് മീൻ അല്ലെ കമ്പൈൻഡ് ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എ വെച്ച് റെപ്രസെന്റ് ചെയ്തോളാം. എ ഇസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറയുന്നതാണല്ലോ ആവറേജ് അല്ലെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ ടോട്ടൽ ബോയ്സിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ A1 N1 ആയിരിക്കും, ഗേൾസിന്റെ A2 N2 ആയിരിക്കും, ഡിവൈഡഡ് ബൈ നമ്പർ N1 പ്ലസ് N2. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും AN1 പ്ലസ് AN2 ഈസ് ഈക്വൽ ടു A1 N1 പ്ലസ് A2 N2. സോ നമ്മൾ N1 ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ N1 A മൈനസ് A1 ബ്രാക്കറ്റിൽ വരും. അതുപോലെ N2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? A2 മൈനസ് A എന്ന് വരും. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ N1 ബൈ N2 എന്ന് പറയുന്നത് എത്രയാണ്? A2 മൈനസ് A ബൈ A മൈനസ് A1 എന്ന് വരും. N1 N2 എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ഗേൾസ് ആണ്. സോ ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണ്, നമ്മൾ ഒരു പിക്ചർ വൈസ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുന്നത്? A1 എന്ന് പറയുന്നത് ബോയ്സിന്റെ ആവറേജ് മാർക്സ്, A2 എന്ന് പറയുന്നത് ഗേൾസിന്റെ ആവറേജ് മാർക്സ്, A എന്ന് പറയുന്നത് അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആവറേജ് മാർക്സ്. സോ ഇവിടെ എന്ത് വരും? A2 മൈനസ് A എന്ന് പറയുന്നതായിരിക്കും N1. അതുപോലെ തന്നെ A മൈനസ് A1 എന്ന് പറയുന്നതായിരിക്കും N2. മനസ്സിലായല്ലോ? ഒന്നിൽ A2 മൈനസ് A ആണ്, മറ്റേതിൽ എങ്ങനെയാണ്? A മൈനസ് A1 ആണ്. സോ അങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി അലിഗേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ആവറേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണല്ലോ. സോ നമ്മൾ ആവറേജ് ആണ് ചെയ്യുന്നതെങ്കിൽ ആവറേജിന്റെ അലിഗേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? നമ്പർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പ്രോഫിറ്റിന്റെ കേസിൽ, പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ലഭിക്കുന്നത്. ഡിനോമിനേറ്റർ എന്താണോ അതാണ്, കാരണം പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ആണല്ലോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണോ അതായിരിക്കും നമുക്ക് അലിഗേഷനിൽ താഴെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പീഡിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ ലഭിക്കും? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ടൈം ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ക്വാണ്ടിറ്റി ആണ്. സോ പ്രൈസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഇത് നമ്മൾ അലിഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇതാണ് അലിഗേഷന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്, എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിക്സ്ചർ 55 ലിറ്ററുള്ള ഒരു മിക്സ്ചർ ഉണ്ട്, അതിൽ ഫ്രൂട്ട് ജ്യൂസും വാട്ടറും റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. ഫ്രൂട്ട് ജ്യൂസും അതുപോലെ വാട്ടറും റേഷ്യോ എത്രയാണ്? 4:1 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മിക്സ്ചറിന്റെ റേഷ്യോ 2:1 നമുക്ക് ആക്കണം. സോ ഫൈനലി നമുക്ക് 2:1 ലഭിക്കണം. അതിൽ എത്ര വാട്ടർ നമ്മൾ ആഡ് ചെയ്താലാണ് ഈ ഒരു മിക്സ്ചർ 2:1 റേഷ്യോയിൽ ലഭിക്കുന്നത്? സോ ഇത് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്.
അല്ലെ? വാട്ടർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫ്രൂട്ട് ജ്യൂസിന്റെ കണ്ടന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, വാട്ടറിന്റെ കണ്ടന്റിലാണ് വ്യത്യാസം വരുന്നത്, കാരണം കൂടുതൽ വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വാട്ടർ കണ്ടന്റ് റേഷ്യോയിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഫ്രൂട്ട് ജ്യൂസിന്റെ കണ്ടന്റ് എപ്പോഴും സെയിം ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഒന്ന് 4:1 ആണ്, ഒന്ന് 2:1 ആണ്, അല്ലെ? സോ നമുക്ക് അവരുടെ റേഷ്യോ സെയിം ആക്കണമെങ്കിൽ മോള് 4:1 ആണ്, താഴെ എന്ത് ചെയ്യണം? വീണ്ടും 4 ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് 2 ആണല്ലോ. എന്ത് വരും? 4:4 വരും. സോറി, മേളിൽ 4:1 വരും, താഴെ 4 ആക്കണേ എത്ര? മൾട്ടിപ്ലൈ വിത്ത് 2 ആണ്, 4:2 വരും. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസിന്റെ റേഷ്യോ എന്തായി? സെയിം തന്നെയാ, അല്ലെ? പക്ഷെ വാട്ടറിന്റെ എന്ത് ഡിഫറൻസ് വന്നു? 1 എന്ന് പറയുന്നത് 2 ആയി, 1 എന്ന് പറയുന്നത് 2 ആയി, അതായത് 1 ഡിഫറൻസ് വന്നു, അല്ലെ? 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഡിഫറൻസ് വന്നു. നമുക്ക് കണ്ടെത്തേണ്ടതും ആ 1 ആണ്. 1 എന്ന് പറയുന്നത് വെള്ളത്തിലുണ്ടായ ഡിഫറൻസ് ആണ്, അത് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 55 ലിറ്റേഴ്സ് ആണ്. ഈ 55 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 + 1 5 അല്ലേ? ഈ 5 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ 55 എന്ന് പറഞ്ഞാൽ. സോ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 11 ആയിരിക്കും. സോ നമുക്ക് വേണ്ടത് ഏതാണ്? 1 എന്ന് പറയുന്ന ഫാക്ടർ ആണ്. എത്രയാണ് കിട്ടുന്നത്? 11 ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. 11 ലിറ്റർ ആണ്. 11 ലിറ്റേഴ്സ് ആയിരിക്കും ആൻസർ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. നേരെ തിരിച്ചു വരാം. വാട്ടറിന്റെ കോൺസ്റ്റന്റ് ആവും, ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു സാധനമേ ആഡ് ചെയ്യുന്നുള്ളൂ, ഈ മറ്റേ സാധനം കോൺസ്റ്റന്റ് ആയിട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളത് പെട്ടെന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ക്വാണ്ടിറ്റി ഓഫ് റൈസ് 45 per kg ആണ്. അത് മറ്റൊരു ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്നറിയില്ല, ആ പെർ കെ ജിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. ഏത് റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3:2. മിക്സ്ചറിന്റെ മൊത്തത്തിലുള്ള വെർത്ത് 50 per kg ആണ്. സോ വാട്ട് ഈസ് ദ റേറ്റ് പെർ kg ഓഫ് ദ സെക്കൻഡ് ക്വാണ്ടിറ്റി? ഇതിൽ നമുക്ക് അലിഗേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സോ ഒരു ക്വാണ്ടിറ്റി 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല, നമ്മൾ എക്സ് എന്ന് തന്നെ കൊടുത്തു, എക്സ് എന്ന് തന്നെ എടുത്തു. നമ്മളോട് മിക്സ്ചറിന്റെ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താ നടുക്ക് എന്ത് വരും? 50 വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ 3:2. 3:2 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രൈസ് ക്വാണ്ടിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നോക്കുക, നമ്മളോട് പറഞ്ഞിട്ട് എക്സ് കണ്ടുപിടിക്കുക. നമുക്കറിയാം 50 - 45 അല്ലെ? 50 - 45 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 2 എന്ന് പറയുന്നതായിരിക്കും 5. അപ്പോൾ 3 എത്രയായിരിക്കും? 2 എന്ന് പറയുന്നത് 5 ആണ്. 3 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 5/2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 3 എന്തായിരിക്കും? 3 is equal to 15/2 ആയിരിക്കും, അല്ലെങ്കിൽ 7.5 ആയിരിക്കും. അതായത് ഇവിടെ വരേണ്ട വാല്യൂ 7.5 ആണ്. സോ 50 - 45 ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ എക്സ് - 50 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 7.5 എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ വാല്യൂ 57.5 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? നമ്മൾ ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ സിംപ്ലിഫൈ ചെയ്ത ആൻസർ കണ്ടെത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 ക്വാണ്ടിറ്റീസ് ഓഫ് പൾസസ് എക്സ് ആൻഡ് വൈ ഉണ്ട്, അവയുടെ പ്രൈസ് തന്നിട്ടുണ്ട് 100 rupees, അതുപോലെ 150 rupees per kg. അവ മിക്സ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ദ മിക്സ്ചർ ഓഫ് പൾസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതിനകത്ത് അലിഗേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ പൾസിന്റെ പ്രൈസ് 100 rupees, മറ്റേത് 150 rupees ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ മിക്സ്ചറിന്റെ പ്രൈസ് ആണ്. അതായത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കമ്പൈൻഡ് ആവറേജ്, നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, ആ ഒരു ഭാഗത്താണ് വരുന്നത്. സോ റേഷ്യോ എന്ന് പറയുന്നത് 7, അതുപോലെ തന്നെ 20. സോ ഇത് നമ്മൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ കമ്പൈൻഡ് ആവറേജ് കണ്ടുപിടിച്ച പോലെ തന്നെ ഈ 100 മൾട്ടിപ്ലൈഡ് വിത്ത് 7, അതുപോലെ തന്നെ 150 മൾട്ടിപ്ലൈഡ് വിത്ത് 20, അതായത് എക്സ് ഈക്വൽ ടു 100 മൾട്ടിപ്ലൈഡ് വിത്ത് 7 പ്ലസ് 150 മൾട്ടിപ്ലൈഡ് വിത്ത് 20 ഡിവൈഡഡ് ബൈ എത്ര വരും? n1 പ്ലസ് n2 എന്ന് ഓർക്കുന്നുണ്ട്. 7 പ്ലസ് 20 27 വരും. സോ അത് 700 പ്ലസ് 3700/27 എന്ന് വരും. സോ അതിനകത്ത് കറക്റ്റ് ഒരു വാല്യൂ കിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് നിയറസ്റ്റ് റുപ്പീന്ന്. സോ നമ്മൾ 27 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 100 3 വരും, 281 19 വരും. പിന്നെ ഇവിടെ എത്ര വരും? 127 8 വരൂല, 16 വരൂല, 7 വരും, 9 4 18. സോ അപ്രോക്സിമേറ്റ് എത്രയായിരിക്കും? 137 ആയിരിക്കും. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആൽക്കഹോൾ, അതുപോലെ തന്നെ വാട്ടർ ഇൻ സൊല്യൂഷൻ എ ആൻഡ് ബി നമുക്ക് തന്നിട്ടുണ്ട്. എയിൽ നിന്നും 2 ലിറ്റർ, ബിയിൽ നിന്നും 5 ലിറ്ററുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതിലോട്ട് വീണ്ടും ഒരു 3 ലിറ്റർ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു, പുതിയൊരു സൊല്യൂഷൻ സി കിട്ടാൻ വേണ്ടിയിട്ട്. സി ഒരു 1.5 ലിറ്റർ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ
എത്ര ആൽക്കഹോൾ മിക്സ് ചെയ്താലാണ് ആൽക്കഹോൾ ആൻഡ് വാട്ടറിന്റെ ഫൈനൽ മിക്സ്ചർ റേഷ്യോ 2:1 ആവുന്നത്? ഇത് PYQ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? ആദ്യമേ നമുക്ക് ഇപ്പോൾ ആദ്യമേ കൊടുത്തിട്ട് ആൽക്കഹോൾ അല്ലേ, അപ്പൊ ആൽക്കഹോൾ ടു വാട്ടർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മൾക്കറിയാം ആൽക്കഹോൾ 3:5 ആണ്, അതായത് 2 ലിറ്റർ ആണ് എടുക്കുന്നത്. അപ്പം ആൽക്കഹോൾ 3/8 ഓഫ് 2, ആ 2 3/8 ഭാഗവും ആൽക്കഹോൾ ആണല്ലോ, മൾട്ടിപ്ലൈഡ് വിത്ത് 2. അതുപോലെ തന്നെ നെക്സ്റ്റ് ആൽക്കഹോൾ ഒക്കെ, ആൽക്കഹോൾ തന്നെ നമുക്ക് ആദ്യം അങ്ങ് എഴുതാം. അടുത്തതിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 5/12 ഓഫ് എത്ര എടുത്തത്? 3 ലിറ്റേഴ്സ്, സോറി 3 ലിറ്റേഴ്സ് അല്ല 5 ലിറ്റേഴ്സ് എടുത്തു. പിന്നെ അതിലോട്ടൊരു 3 ലിറ്റർ ആൽക്കഹോൾ ആഡ് ചെയ്യുകയും കൂടെ ചെയ്തു അല്ലേ. അതുപോലെ വാട്ടർ എടുക്കുവാണെങ്കിൽ 5/8 മൾട്ടിപ്ലൈഡ് വിത്ത് 2 പ്ലസ് നെക്സ്റ്റ് ആണെങ്കിൽ 7/12 മൾട്ടിപ്ലൈഡ് വിത്ത് 5. അതിന്റെ കൂടെ 3 ആഡ് ചെയ്യണ്ടല്ലോ, കാരണം ആൽക്കഹോൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/4 പ്ലസ് 25/12 പ്ലസ് 3 വരും, ഡിവൈഡഡ് ബൈ 5/4 പ്ലസ് 35/12. സോ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 3/4 25/12 കിട്ടി. സോ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 9/12 പ്ലസ് 25/12 എന്ന് എടുക്കുക, പ്ലസ് 3 താഴെ എന്ത് വരും? 5/3, 5 3 സാർ 15 അല്ലേ, 15ഉം 35ഉം കൂടെ വരുമ്പോൾ 50/12 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 25 പ്ലസ് 9 വരും, 35 34/12 പ്ലസ് 3/15/12 വരും. അതെല്ലാം നമ്മുടെ 36ഉം 70. അപ്പോൾ 70 ഡിവൈഡഡ് ബൈ 50 അല്ലെന്നുണ്ടെങ്കിൽ 7:5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ. അപ്പം നമുക്ക് കിട്ടിയ എന്താണ്? ഒരു ആൽക്കഹോളും അതുപോലെ വാട്ടറും തമ്മിലുള്ള റേഷ്യോ 7:5. സോ 7:5 ആൽക്കഹോൾ ഈസ് ടു വാട്ടറിന്റെ റേഷ്യോ 7:5. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവസാനം ഫൈനൽ മിക്സ്ചറിന്റെ റേഷ്യോ 2:1 ആണല്ലോ. അതെപ്പോഴാണ്? സി എന്ന മിക്സ്ചർ ഇപ്പോൾ 7:5 ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1.5 ലിറ്റർ സി എടുത്തു എന്നാണ്. അതല്ലെങ്കിൽ സിയുടെ അത്ര ലിറ്റർ 1.5 ആണ്. അതായത് 12 എന്ന് പറയുന്നത് എന്താണ്? 1.5 ആണ്. 12 എന്ന് പറയുന്നത് 1.5 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മളോട് ആൽക്കഹോൾ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞുള്ള വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആൽക്കഹോൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാട്ടറിന്റെ റേഷ്യോ എന്താണ്? സെയിം തന്നെയാണ്. സോ നമുക്ക് ആൽക്കഹോൾ സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10 വരും, 5. അപ്പോൾ വാട്ടർ സെയിം ആയി ആൽക്കഹോൾ എന്താണ്? 7ൽ നിന്നും എന്താവുന്നുണ്ട്? 10ലോട്ട് മാറുന്നുണ്ട്. അതായത് 3 ഡിഫറൻസ് ഉണ്ട്. സോ 12 എന്ന് പറയുന്നത് 1.5 ആണ്. സോ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1.5/4 ആയിരിക്കും. എന്ന് പറയുന്നത് എത്ര വരും? 15/40 വരും. 5358. സോ ഇത്രയെന്ന് പറയുന്നത് ലിറ്റർ ആണ്, 3/8 ലിറ്റർ ആണ്. ഓക്കെ, 3/8 ലിറ്റർ ആണ്. അതിനെ നമ്മൾ മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 7 സോറി 2 സിംപ്ലിഫൈ ചെയ്തതിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, 3/8 മൾട്ടിപ്ലൈഡ് വിത്ത് 1000 ആണ്. 4 കൊണ്ടാകുമ്പോൾ 2, 4 കൊണ്ടാകുമ്പോൾ 250 വരും. സോ 125 വരും. സോ 125 മൾട്ടിപ്ലൈഡ് വിത്ത് 3 വരുമ്പോൾ 375 മില്ലി ലിറ്റർ ആയിരിക്കും ആൻസർ. ഇതൊരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കണ്ടെയ്നേഴ്സ് ഹൗ മിക്സ്ചേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ് തന്നിരിക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. സോ ഏത് റേഷ്യോയിൽ ഈ രണ്ട് കണ്ടൻസ് മിക്സ് ചെയ്താലാണ് നമുക്ക് ഫൈനൽ മിക്സ്ചറിന്റെ റേഷ്യോ 4:3 ആണ്. നമുക്ക് അലിഗേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോയിൽ മിൽക്ക് എടുത്തിട്ട് നമുക്ക് അലിഗേഷൻ നടത്താം. അതുപോലെ തന്നെ വാട്ടർ എടുത്തിട്ടും അലിഗേഷൻ നടത്താൻ എന്താണ്? സെയിം തന്നെയായിരിക്കും. അപ്പൊ ആദ്യമേ ഞാൻ മിൽക്കിന്റെ റേഷ്യോ എടുത്ത് നോക്കാം. അലിഗേഷൻ 3/5 ആണ് ആദ്യത്തേൽ, രണ്ടാമത്തേൽ 6/11 ആണ്, ഹോൾ മിക്സ്ചറിൽ 4/7. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് 4/7 ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് ഓക്കെ അങ്ങനെ ചെയ്യുന്നതിനും എളുപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡിനോമിനേറ്ററിന്റെ എൽസിയം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ നമ്പർ രീതിയിലാക്കുവാണെങ്കിൽ കുറച്ചുകൂടി എന്തായിരിക്കും? ഈസി ആയിരിക്കും. സോ നമ്മൾ നോക്കൂ 5, 11, 70. അപ്പോൾ 35ഉം ഈ മൾട്ടിപ്ലൈഡ് വിത്ത് 11 എന്ന് പറയുന്നതായിരിക്കും എൽസിയം. അത് നമ്മൾ മേളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മേളിൽ എന്ത് വരും? 3/5ന്റെ അകത്ത് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 × 11. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം 5/7. 11 ക്യാൻസൽ ആവും കേട്ടോ, ഇവിടെ ഒരു 5 കൂടെ ഉണ്ട്. അടുത്തതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 5 × 7 മാറിക്കഴിഞ്ഞാൽ ബാക്കി 555 വരും. സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 21 × 231 വരും.
അതുപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 210 വരും അല്ലേ. അതുപോലെ താഴെയാണെങ്കിൽ എത്ര വരും? 4 into 7 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 220 വരും. സോ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 10 ഈസ് ടു എത്ര വരും? 11. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇതാണ് മിൽക്ക് ചെയ്യുമ്പോഴുള്ളത്. ഇനി ഇത് വേണ്ട, ഞാൻ വാട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ അത് ശ്രദ്ധിച്ചോളൂ. വാട്ടർ ആണെന്നുണ്ടെങ്കിൽ 2/3 വരും, അതുപോലെ 5/11 വരും, താഴെ എന്ത് വരും? 3/7 ആയിരിക്കും, 4/7 വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടിടത്തും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3ഉം 11ഉം 21 into 11 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 7 into 11 വരും. ഇവിടെ എത്ര വരും? 11 എടുക്കുവാണെങ്കിൽ 21 വരും. ഇവിടെ ആണെങ്കിൽ 7 മാറ്റി 33 വരും. ഓക്കെ, ഇത് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ 21 231 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 105 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 7 11 മൾട്ടിപ്ലൈ ചെയ്ത് 7 പോയി കഴിഞ്ഞാൽ 99 വരും. സോ ഇവിടെ 6 അല്ലേ, അയ്യോ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 2/3 അല്ല, ഇവിടെ 2/5 ആണ്. ഓക്കെ ഓക്കെ, ഇവിടെ ചെയ്ത് നോക്കാം. ആ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ 2/5 വരും. ഓക്കെ, നെക്സ്റ്റ് വരുമ്പം കറക്റ്റ് നോക്കിയാൽ എത്ര വരും? 5/11 വരും. നെക്സ്റ്റ് ആണെങ്കിൽ 3/7. സോ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5 7 35. അപ്പോൾ ഇത് തന്നെ 7 into 11 വരും. അതുപോലെ തന്നെ ഇവിടെ 35 വരും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 55 വരും. സോ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 70 to 14 154 വരും. നെക്സ്റ്റ് എത്ര വരും? 5 5s 25 to 175 വരും. താഴെ ആണെങ്കിൽ 165, സോറി 165. സോ അതായത് ഇവിടെ 5 3s 165 വരും അല്ലേ, 165 വരും. സോ ഇവിടെ എത്ര വരും? 10 വരും. ഇവിടെ ആണെങ്കിൽ 11 വരും. സോ റേഷ്യോ കണ്ടോ, രണ്ടും എന്താ 10:11 തന്നെയാണ്. ഏത് രണ്ടും ഏതായാലും അലിഗേഷൻ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. 2 വെസൽസ് ഉണ്ട്, അതിന്റെ വോളിയം 3:5 ഫില്ല് ചെയ്തിരിക്കുകയാണ്. റേഷ്യോ മിൽക്ക് ആൻഡ് വാട്ടറിന് 2 വെസൽസ് 2:3 ആണ്, അതുപോലെ 3:1 ആണ്. രണ്ട് വെസലിലുള്ള കണ്ടൻസും കൂടി ഒരു വലിയ വെസലിലോട്ട് പ്യൂർ ചെയ്തു നമ്മൾ ഒഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിസൾട്ടന്റ് സൊല്യൂഷനിൽ മിൽക്ക് ആൻഡ് വാട്ടറിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം മിൽക്ക് ബൈ ടോട്ടൽ എടുക്കുകയാണ്. സോ ആദ്യം പറയുന്നുണ്ട് 3:5 മിൽക്ക് റേഷ്യോ, സോറി 2:3 ആണ്. അപ്പം 2 അതായത് 3 ലിറ്റർ ആണ് ആദ്യത്തേതിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് 2/5 എന്താണ് മിൽക്കാണ്. അടുത്തതിൽ 3/4ന്റെ 5 ലിറ്ററിൽ 3/4 ആണ് മിൽക്ക്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 + 5 8 ആയിരിക്കുമല്ലോ. സോ ഇത് 6 + 5 ഇത് വരുമ്പോൾ 15/4/8 വരും. സോ ഇത് 4 24 5 75/20 into 8 വരും. അതായത് 99/20 multiplied with 8, 99/160. സോ എന്താണ്? മിൽക്ക് ബൈ ടോട്ടൽ ആണ് 160. ഇപ്പോൾ മിൽക്കിന്റെ റേഷ്യോ 99 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടോട്ടൽ 160 ആകുമ്പോൾ വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 160 - 99 ആണ്. ഇനി അതല്ല, നമുക്ക് ഈ അലിഗേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:3 നമ്മളോട് റേഷ്യോ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ 3:1 ആണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ രണ്ടിനും നമ്മൾ ആദ്യത്തെ നമ്മൾ 3 എടുക്കുകയാണ്, രണ്ടാമത്തെ നമ്മൾ 5 ആണ് എടുക്കുന്നത് ആണല്ലോ. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇത് എത്രയാണ്? 3 + 1 4 ആണ്. സോ നമ്മൾ സെയിം ആക്കാൻ വേണ്ടി മേളിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 12, താഴെയാണെങ്കിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 15:5 കിട്ടും. സോ സെയിം ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ നിന്നും 3 എടുത്തു, ഇതിൽ നിന്നും 5 എടുത്തു. സോ എത്ര വരും? 8 into 3 24:36. ഇവിടെ എത്ര വരും? 75:25. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ 99:61 എന്ന് വരും. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താം. സോ ബി ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In what ratio wheat at rupees 23 per kg should be mixed with wheat at 14 per kg? അങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസ് അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡയറക്റ്റ്ലി ഇതിൽ അലിഗേഷൻ പോയി ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന 23 per kg മിക്സ് ചെയ്യുന്നു, അത് 40 per kg മിക്സ് ചെയ്യുന്നു. സെല്ലിംഗ് ദ മിക്സ്ചർ ആണ്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, അതിനകത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആദ്യമേ ആ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അതായത് സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 1/4 25% എന്ന് പറഞ്ഞാൽ 1/4, അതായത് 4 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 5 ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്. അല്ല, 5 എന്ന് പറയുന്നത് 20 ആണ്. സോ 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 16 ആയിരിക്കും. ഈ 16 വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അലിഗേറ്റ് ചെയ്യാൻ വേണ്ടി. സോ 23, ഇവിടെ 14, ഇവിടെ എന്ത് വരും, 16. സോ റേഷ്യോ 2:7 എന്ന് വരും. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം സെല്ലിംഗ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ നമുക്ക് തന്നിരിക്കുന്നത്, അത് വെച്ച് വേണം ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് അലിഗേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു കണ്ടെയ്നറിലെ മിൽക്ക് ആൻഡ് ഷുഗർ റേഷ്യോ തന്നിട്ടുണ്ട്. ഈ മിക്സ്ചറിൽ 20 ലിറ്റർ ആയിട്ടുള്ള ഈ മിക്സ്ചർ നമ്മൾ എടുത്തിട്ട് അത് ഷുഗർ വെച്ച് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ റേഷ്യോ 3:7. അങ്ങനെയെങ്കിൽ ആ മിക്സ്ചറിലെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2:3 അത് മിൽക്കും ആണ്, പിന്നെ എന്തുവാണ്, ഷുഗറാണ്. മിൽക്കും ഷുഗറും തമ്മിലുള്ള റേഷ്യോ. അവസാനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3:7 ഈ റേഷ്യോയിലോട്ട് എത്തി. ഷുഗർ വെച്ച് റീപ്ലേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മിൽക്കിന്റെ കണ്ടന്റിന് വല്ല വ്യത്യാസം ഉണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ അതിനെ സെയിം ആക്കാൻ 6:2 വരും, 3:9. കാരണം LCM എന്താണ്, 6 ആണ്. ഇവിടെ 6:2 വരുമ്പോൾ 14 വരും, ആണല്ലോ. 9ഉം വരും 14ഉം വരും. സോ ഈ 9ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, +5 ആണ്. ഈ +5 എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ 4 എന്ന് പറയുന്നതായിരിക്കും, സോറി 4 അല്ല 5, ഓക്കെ. ഈ 5 എന്ന് പറയുന്നതായിരിക്കും 20 എന്ന് പറയുന്നത്. സോ 1 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ആണ്, അത് എത്രയാണ്, 20 ആണ്. സോ 20 എന്ന് പറയുമ്പോൾ 20 മൾട്ടിപ്ലൈഡ് വിത്ത് 4 ആണ്, is equal to 18 liters ആയിരിക്കും ആൻസർ. 80 liters ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ ആൻസർ മനസ്സിലാക്കാം. ഇൻ എ സൊല്യൂഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ 12% സോൾട്ട് ഉണ്ട് ബൈ വെയിറ്റ്, 25 kg ഓഫ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് 22%. വാട്ട് ഇസ് ഇനിഷ്യൽ എമൗണ്ട്? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കണ്ടന്റിലാണ് വ്യത്യാസം വരുന്നത്. അത് അങ്ങനെയാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ സോൾട്ട് കണ്ടന്റ് അവിടെ തന്നെയുണ്ട്. സോ നമ്മൾ ആദ്യത്തെ ഒരു രീതിയിൽ എടുക്കുവാണ് സോൾട്ട്, അതുപോലെ തന്നെ വാട്ടർ. ഇപ്പൊ 12% സോൾട്ട് ആണ്, അപ്പം എത്ര പെർസെൻറ്റേജ് ആയിരിക്കും അതിൻ്റെ അത് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്, 88 കണ്ടന്റ്. അത് നമ്മൾ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 3:22 വരും, ആണല്ലോ. അതാണ് നമ്മുടെ റേഷ്യോ. അപ്പൊ ഈ 3:22 ഞാൻ മാറ്റി എഴുതാം, 3:22. ഈ 3:22 എടുത്തു. നമുക്ക് പിന്നെ വരുന്ന 22, അവസാനം വരുന്ന 22% സോൾട്ട് ആണ്. അപ്പോൾ വാട്ടറിന്റെ കണ്ടന്റ് എത്രയായിരിക്കും, 78 ആയിരിക്കും. സോ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 11:39 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 25 kg വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കണ്ടന്റ് മാറി, ബട്ട് സോൾട്ടിന്റെ കണ്ടന്റിൽ വ്യത്യാസം വന്നിട്ടില്ല. ഇവിടുത്തെ സോൾട്ട് എന്ന് പറയുന്നത് 311 ആണ്. സോ നമ്മൾ അതിനെ സെയിം ആക്കും. സെയിം ആക്കുമ്പോൾ മേളിൽ നമ്മൾ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 33, അപ്പോൾ ഇവിടെ എത്ര വരും, 242. താഴെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 33, എത്ര വരും, 9 3 27, 2117 ആണല്ലോ. അപ്പോൾ എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, 25 വരുമായിരിക്കും അല്ലേ, 25 വരും, 25 ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ക്വസ്റ്റിനെ തന്നിരിക്കുന്നു 25 ആണോ 125. സോ ഈ 125 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന 25 kg എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 എന്ന് പറയുമ്പോൾ എത്ര വരും, 1/5 വരുമല്ലോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ദ സൊല്യൂഷൻ. ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25. 3 + 22 അല്ലേ 25. അപ്പൊ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ മാറ്റി എഴുതും. ഓക്കെ, സോ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എത്ര വരും, ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ 25 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. സോ എത്ര വരും, ഇനീഷ്യൽ 25 അല്ല, സോറി,
ഇനീഷ്യൽ എന്ന് പറയുന്നത് 33 പ്ലസ് 242 ആണ്. അതായത് 275 ഇൻറ്റു 1/5 വരും. അതായത് 55 kg ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായില്ല? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആ കണ്ടന്റ് മാറിയില്ല, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ കണ്ടന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സോൾട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നുള്ള പോയിന്റ് കിട്ടിയാൽ നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ അവസാനം ഇനിഷ്യൽ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ 25 അല്ല കേട്ടോ, 275 ആണ് എടുക്കുന്നത്. കാരണം 33:242 എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഇക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ആൻസർ 55 kg. എയില് ഒരു മിക്സ്ചർ ഓഫ് രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, എ ആൻഡ് ബി ഉണ്ട്. അത് 5:3 മിക്സ്ചറിലാണ്. ഈ മിക്സ്ചറിൽ നിന്ന് 8 ലിറ്റർ ആണ് പുറത്തോട്ട് എടുത്തു. അതിൽ ബി ടൈപ്പ് ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നെങ്കിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ 1:1 ആണെന്ന് കിട്ടും. അപ്പോൾ അതിന് ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു ക്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാനിൽ ഒരു എക്സ് ലിറ്റർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീണ്ടും ക്യാൻ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഒരു എക്സ് പ്ലസ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു എക്സ് -8 നമ്മൾ എടുത്തു. സോ ഈ എക്സ് ലിറ്ററിൽ 5:3 തന്നെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. 8 ലിറ്റർ എടുത്താലും റേഷ്യോയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. മിക്സ്ചർ മൊത്തത്തിലാണ് എടുക്കുന്നത്, എടുത്താലും ബാക്കിയുള്ളതിൽ 5:3 തന്നെയായിരിക്കും. ആ പോയിന്റ് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പറയുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ബി വെച്ച് റീപ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ക്വാണ്ടിറ്റി എന്താണ്, സെയിം തന്നെയായിട്ട് വരും. അതായത് എക്സ് തന്നെയാണ്. ആ എക്സിലുള്ള റേഷ്യോ ആണ് 1:1 എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിക്സ്ചറിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. സോ 5:3 ആണ്. സോ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗം മാത്രം ഇപ്പൊ തൽക്കാലം കൺസിഡർ ചെയ്യുക. അവിടെ 5:3 മിക്സ്ചർ ആണ്, 1:1 മിക്സ്ചർ ആണ്. സോ അവിടെ ബി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതിനർത്ഥം എയിൽ വ്യത്യാസം വരുന്നില്ല. സോ ഇത് എ ആണ്, ഇത് ബി ആണ്. സോ എക്ക് വ്യത്യാസം വരുന്നില്ല. എ സെയിം ആക്കാൻ വേണ്ടി 5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 5:3 എന്നത് 5:5 അങ്ങനെ തന്നെ വരും. അപ്പൊ എയിൽ വ്യത്യാസമില്ല, ബിയിൽ വ്യത്യാസമുണ്ട്. 2 എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്, അല്ലെ? 2 യൂണിറ്റ്സ് വ്യത്യാസമുണ്ട്. 2 എന്ന് പറഞ്ഞ 2 യൂണിറ്റ്സ് വ്യത്യാസമുണ്ട്. ഓക്കെ, 2 യൂണിറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. സോ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 8 ലിറ്റർ മിക്സ്ചർ മാറ്റി റീപ്ലേസ് വിത്ത് ബി എന്ന് പറയുമ്പോൾ ആ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, അതായത് 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 32 ലിറ്റേഴ്സ് ആയിരിക്കും. 8 എന്ന് പറയുന്നത് 32 ലിറ്റേഴ്സ്. ഓപ്ഷനിൽ 32 ലിറ്റർ ആൻസർ ഉണ്ട്, ബട്ട് അതല്ല ആൻസർ. അവിടെ നമ്മൾ മാറ്റി കുത്തരുത്. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആണ് കൺസിഡർ ചെയ്തത്. അതായത് 8 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ളത് വെച്ചാണ് നമ്മൾ ചെയ്തത്. സോ ഇനിഷ്യലി എത്രയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 32ന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, 32 പ്ലസ് 8 കൂടി ആഡ് ചെയ്യണം. അതാണ് 40 ലിറ്റേഴ്സ്. അപ്പൊ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യമേ നമ്മൾ റൈറ്റ് സൈഡ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 8 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ള വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് ഇനിഷ്യൽ വാല്യൂ ആണ്. സോ 32 പ്ലസ് 8 40 ലിറ്റേഴ്സ് ആയിരിക്കും ആൻസർ. 80 ലിറ്ററുള്ള ഒരു മിൽക്ക് ആൻഡ് വാട്ടർ ഒരു മിക്സ്ചർ ആണ്. അത് 25% ഓഫ് വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ അത് തന്നെ എടുക്കാം. മിൽക്ക് വാട്ടർ. ഓക്കെ, 25% വാട്ടർ ആണെങ്കിൽ മിൽക്ക് 75 ആണ്. അതായത് ഇതിന്റെ റേഷ്യോ 3:1 ആണ്. ഓക്കെ, 80 ലിറ്റേഴ്സ് ആണ്, അതിൽ 3:1 റേഷ്യോയിലാണ് മിൽക്ക് ആൻഡ് വാട്ടർ ഉള്ളത്. 3:1. If 24 ലിറ്റർ ഓഫ് മിക്സ്ചർ ടേക്കൺ ഔട്ട് ഫ്രം മിക്സ്ചർ, അതായത് ഈ മിക്സ്ചറിൽ നിന്ന് 24 ലിറ്റർ എടുക്കുക. Then find what quantity of water should be added in remaining mixture to make water 65% of resulting mixture. അപ്പം ഇവിടെ നമുക്ക് 3:1 കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത മിൽക്ക് ആൻഡ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ്? മിൽക്കിന്റെ റേഷ്യോ 65 ആണ്, അല്ല വാട്ടർ 65 ആണ്. സോ മിൽക്ക് 35 ആയിരിക്കും. സോ ഇത് 7:13 വരും. സോ നമ്മുടെ ശരിക്കും അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് ആ റേഷ്യോ എന്ന് എഴുതാം. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ മിൽക്ക് വാട്ടർ 3:1 ഇവിടെ ആകുമ്പോൾ 7:13 വരും. ഓക്കെ, മിൽക്കിന്റെ വാട്ടറിന്റെ റേഷ്യോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റി വാട്ടർ ഷുഡ് ബി മിക്സ്ഡ് എന്നാണ്. അതായത് മിൽക്കിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമില്ല. ഓക്കെ, സോ മിൽക്ക് നമ്മൾ സെയിം ആക്കാൻ ഇവിടെ 21 വരും, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 വരും, ഇവിടെ 21 വരും, ഇവിടെ 3 വെച്ചാണ് 39 വരും മിൽക്കിന്റെ വാട്ടറിന്റെ റേഷ്യോ. അപ്പൊ ഇവിടെ എന്താണ്? മിൽക്കിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. മനസ്സിലായല്ലോ? സോ അപ്പൊ ഇവിടെ എത്ര ഡിഫറൻസ് വന്നു? 32 ഡിഫറൻസ് വന്നു, അല്ലെ 32 യൂണിറ്റ്സ് ഡിഫറൻസ് വന്നു.
ഇനി നോക്കണം, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു മിൽക്ക് വാട്ടർ റേഷ്യോ ഉണ്ടല്ലോ, മിൽക്ക് വാട്ടർ 21:7 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടിയ റേഷ്യോ ഉണ്ട്. അപ്പൊ അതിന്റെ സംബന്ധം പറഞ്ഞാൽ 28 ആണല്ലോ. ഈ 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ആ പോയിന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. 8ക്ക് ഈക്വൽ ആയിരിക്കോ, 24ന് ഈക്വൽ ആയിരിക്കോ, ഏതിനായിരിക്കും ഈക്വൽ ആയിരിക്കുന്നത്? ഈ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ നമ്മൾ ആദ്യമേ എടുത്തു, അതിനുശേഷം 24 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ള മിക്സ്ചറിലെ റേഷ്യോ വെച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 28 എന്ന് പറയുന്നത് 80ൽ നിന്നും 24 മൈനസ് ചെയ്ത് 56, ആ 56നെയാണ് 28 സൂചിപ്പിക്കുന്നത്. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ 28 എന്ന് പറഞ്ഞ് 24 അല്ല 80 അല്ല. നമ്മൾ 24 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ള റേഷ്യോ വെച്ചാണ് നമ്മളെ ക്വസ്റ്റ്യൻ തുടങ്ങിയത്. അതാണ് 28 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മൾട്ടിപ്ലൈഡ് വിത്ത് 2. അതുകൊണ്ട് തന്നെ 32 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 64 ലിറ്റർ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ എത്ര ക്വാണ്ടിറ്റി വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം? 64 ലിറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3 സാമ്പിൾ തന്നിട്ടുണ്ട്, 2:1, 3:2, 5:3. അതിന് ഈക്വൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മിക്സ്ചർ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ അതിലെ വാട്ടർ ആൻഡ് ആസിഡിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആസിഡ് ആൻഡ് ആസിഡ് വാട്ടർ, സോ ആദ്യത്തേൻ്റെ അകത്ത് 2:1 ആണ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 3:2 ആണ്, 5:3 ആണ്. സോ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി ആവുമ്പം നോക്കുക, 2 + 1 ഇവിടെ എത്രയാണ്? 3 ആണ്. ഇവിടെ വരുമ്പോൾ 5 ആണ്, ഇവിടെ 15. 5 × 3 എത്ര വരും? 15 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കണം. സോ അതിനെന്താണ് ചെയ്യുന്നത്? 15. അപ്പോൾ ഇവിടെ 5 ആക്കുകയാണെന്നുണ്ടെങ്കിൽ, സോറി ഇത് 15 അല്ലല്ലോ, ഇത് 8 അല്ലേ? ഓക്കെ, ഇത് 8 ആണ്, 8. സോ 5 × 3 15 ആണ്, 15ഉം 8ഉം എങ്ങനെ വന്നാലും എത്ര തന്നെയാണ്? 120 വരത്തുള്ളൂ. സോ നമ്മൾ മേളിൽ അതിന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി 5 × 8 40 വെച്ച് ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 80:40 വരും. നെക്സ്റ്റ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 5 അല്ല, അപ്പോൾ 3 × 8 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ വിത്ത് 24, അതായത് 72:48. നെക്സ്റ്റിൽ വരുമ്പം 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? സോറി 8 അല്ല, 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15 75 വരും. എന്നിട്ട് നെക്സ്റ്റ് എത്ര വരും? 45 വരും. സോ ഇതാണ് ആസിഡിന്റെ റേഷ്യോ, അതുപോലെ വാട്ടറിന്റെ റേഷ്യോ. അത് നമ്മൾ സം ചെയ്യുക. അതായത് 80 + 72 + 75 എന്ന് പറയുന്നത് 152, 152:70 ആസിഡ് വാട്ടർ. സം ചെയ്യുക. 80 + 72 + 75 7, 227. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 40 + 48 + 45, 133. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആസിഡ് വാട്ടർ റേഷ്യോ 227:133 ആണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷന് നോക്കുക, 227:133 ഉണ്ട്, 133:227 ഉണ്ട്. നമ്മളോട് തന്നിരിക്കുന്നത് ആസിഡ് വാട്ടർ ആണെങ്കിൽ ചോദിച്ചിരിക്കുന്ന വാട്ടർ ആസിഡ് ആണ്. സോ ഏതായിരിക്കും ആദ്യം വരുന്നത്? 133:227, ഓപ്ഷൻ ഡി ആയിരിക്കും. നമുക്ക് കിട്ടിയ 2 ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കണം ഏത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ചോദിക്കും. Next question. Amit has a vessel which contains 2.5 liters of water and 10 liters of milk. 20% of content remove ചെയ്തു. ബാക്കിയുള്ള കണ്ടൻസിലൂടെ x ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ മിൽക്കിന്റെ റേഷ്യോ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ആവും. പിന്നീട് 5 ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്യുന്നു. പിന്നെയും എന്ത് സംഭവിക്കുന്നു? റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ y-യുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ അമിത്തിന്റെ ആദ്യത്തെ റേഷ്യോ നമുക്ക് എടുക്കാം, വാട്ടറും അതുപോലെ തന്നെ പിന്നെ എന്തുവാണ്? മിൽക്കും. വാട്ടർ മിൽക്ക് തമ്മിലുള്ള റേഷ്യോ. വാട്ടർ 2.5ഉം മിൽക്ക് ആണെങ്കിൽ 10 ലിറ്റേഴ്സും. ഇതാണ് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് കണ്ടന്റ് 20% കണ്ടന്റ് റിമൂവ് ചെയ്തു. 20%, ഇത് മൊത്തം എത്രയാണ്? 12.5 ആണ്. അതിൽ 20% റിമൂവ് ചെയ്തു, അതായത് 1/5, 2.5 ലിറ്റേഴ്സ് റിമൂവ് ചെയ്തു, അതായത് 2.5 ലിറ്റർ റിമൂവ് ചെയ്തു. 2.5 ലിറ്റർ ടോട്ടൽ റിമൂവ് ചെയ്തു. ആ 2.5 ലിറ്ററിൽ ഇത് എത്രയായിരിക്കും? വാട്ടർ എന്തുമാത്രം ഉണ്ടാവും? ഇതിന്റെ റേഷ്യോ നമുക്കറിയാം 1:4 ആണ്. സോ 1/5 വരും. അപ്പോൾ എത്ര വരും? 5 വരും. 1/2 വരും, അതായത് 0.5. അപ്പോൾ ഇതാണ്, ഇത്രയും വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. സോ എത്ര വരും? 2 വരും. ബാക്കി എത്ര വരും? ഇതുപോലെ തന്നെ
മൊത്തം 2.5 റിമൂവ് ചെയ്യുന്നുണ്ട്. സോ മൊത്തം 2.5 റിമൂവ് ചെയ്യാൻ 2 എന്ത് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. സോറി 0.5 റിമൂവ് ചെയ്യുന്നുണ്ട് വാട്ടർ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 2 റിമൂവ് ചെയ്ത് ബാക്കി എത്രയാണ്? മിൽക്ക് 8 ലിറ്റർ റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ ആണ് 2:8 അല്ലെങ്കിൽ 1:4 എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായല്ലോ? ഇവിടെ നോട്ട് ചെയ്തേക്കാം. 20% റിമൂവൽ. സോ റേഷ്യോ എന്ന് പറയുന്നത് 1:4. 2:8 എന്ന് പറഞ്ഞാൽ 1:4 ആണല്ലോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്? അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് 1:4 എന്ന് പറയുന്നത് 4:1 ആവുന്നുണ്ട്. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ 1:4 ആവുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഇത് വാട്ടർ, ഇത് മിൽക്ക് കേട്ടോ. സോ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്കിന്റെ റേഷ്യോ ഒരു ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, മിൽക്കിന്റെ റേഷ്യോ ഡിഫറൻസ് ഇല്ല. സോ നമ്മൾ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 1:4 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? അത് 1:4 ആക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മളോട് പറഞ്ഞു റേഷ്യോ റിവേഴ്സ് ചെയ്ത് 4:1. അതായത് മിൽക്കിന്റെ റേഷ്യോ എന്താണ്? മിൽക്ക് 1 ആവുകയാണ്. പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന മിൽക്ക് 8 ആണ്. സോ അതിനർത്ഥം എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് 32 ആണ്, മിൽക്ക് എന്ന് പറയുന്നത് 8 ആണ്. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? റേഷ്യോ നമ്മൾ പറഞ്ഞു റേഷ്യോ റിവേഴ്സ് ആവുകയാണ് അല്ലെ? X ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ റിവേഴ്സ് ആവുന്നു. അതാണ് 4:1 എന്ന് പറയുന്നത്. അതിനർത്ഥം 4 വാട്ടർ ഉണ്ടെങ്കിൽ 1 മിൽക്ക് ഉണ്ട് അല്ലെ? പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 8 മിൽക്ക് എന്നാണ്. സോ 8 മിൽക്ക് എന്ന് പറയുമ്പോൾ വാട്ടർ എത്ര വരണം? 32 വരണം. മനസ്സിലായല്ലോ? 32 വരെ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന റേഷ്യോ 1:4 അതുപോലെ തന്നെ 32:8 ആണ്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ പോലെ X ലിറ്റേഴ്സ് വാട്ടർ ആഡ് ചെയ്യുന്നു, മിൽക്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. സോ നമ്മൾ മൾട്ടിപ്ലൈ വിത്ത് 2 ചെയ്യുമ്പോൾ എത്ര വരും? 2:8 വരും, താഴെ 32:8 വരും. ഓക്കെ, അതായത് എത്ര ലിറ്റേഴ്സ് ആണ് അപ്പോൾ ആഡ് ചെയ്യുന്നത്? X = 30 ലിറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 32:8. ഇനി എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ എക്സ് കിട്ടി, എക്സിന്റെ വാല്യൂ. ഇനി അതിനുശേഷം y ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വീണ്ടും ആഡ് ചെയ്യണം. അപ്പൊ ഇപ്പൊ എത്രയാണ്? 32:8 ആണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? y ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വീണ്ടും ആഡ് ചെയ്യുന്നു. സോ അവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? വാട്ടറിന്റെ കണ്ടന്റിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ റേഷ്യോ എന്താവുന്നു? 1:4 ആവുന്നു. 4:1 എന്നുള്ളത് 1:4 ആവുന്നു. സോ ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ എന്ത് പറഞ്ഞ? y ലിറ്റർ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടന്റിന്റെ വ്യത്യാസം വരുന്നില്ല. സോ വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഏതാ വാട്ടർ എന്നുള്ളത് മിൽക്ക് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. സോ അവിടെ നമ്മൾ പറഞ്ഞ y ലിറ്റർ മിൽക്ക് ആഡ് ചെയ്യുന്നു, അപ്പം വാട്ടർ കണ്ടന്റിൽ വലിയ വ്യത്യാസം വരുന്നില്ല. സോ ഇതെന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് വിത്ത് 32:8 ആണ്. താഴെയും 32 എത്ര വരും? 128 വരും. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 128. 8ൽ നിന്ന് 128 ആവും. അതായത് 120 ലിറ്റേഴ്സ് ആയിരിക്കും. y = 120 ലിറ്റേഴ്സ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2.5 ലിറ്റേഴ്സ് വാട്ടർ ഉണ്ട് ഒരു വെസലിൽ, 10 ലിറ്റേഴ്സ് മിൽക്ക് ഉണ്ട്. അതാണ് നമ്മൾ 2.5 10 എടുത്തിരിക്കുന്നത്. പക്ഷെ 20% നമ്മൾ എടുക്കുകയാണ്. 20% മൊത്തം 20% എടുത്തു. അത് 2.5 ലിറ്റർ മൊത്തം മാറ്റി. അതായത് 0.5 വാട്ടറിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 2 എന്ന് പറയുന്നത് മിൽക്കിൽ നിന്നായിരിക്കും. അത് നമുക്ക് 10 - 8 കിട്ടി. അപ്പൊ നമുക്ക് 2:8 അല്ലെ 1:4 റേഷ്യോ കിട്ടി. സോ 1:4 എടുത്തു. നമ്മളോട് പറഞ്ഞു X ലിറ്റർ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന എന്താണ്? റേഷ്യോ ഓഫ് എന്ന് പറയുന്നത് റിവേഴ്സ് ആവും. അതായത് 1:4 4:1 അതായത് വാട്ടർ 4 ആവുമ്പോൾ മിൽക്ക് എന്താണ്? മിൽക്ക് 1 ആവുന്നു. പക്ഷെ നമുക്കറിയാം മിൽക്ക് എന്ന് പറഞ്ഞാൽ 8 ആണെന്നറിയാം. അപ്പോൾ വാട്ടർ 32 ആണ്. അപ്പൊ എന്താണ്? 1:4 32:8. വീണ്ടും എന്താണ്? ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ ആഡ് ചെയ്യാണ്. അപ്പൊ മിൽക്കിന്റെ കണ്ടന്റ് എന്താ? സെയിം ആയിരിക്കും. സോ 2:8 ആവും, 32 എന്താണ്? 8 ആവും. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും? X എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 30 എന്ന് കിട്ടി. അപ്പൊ ഇപ്പൊ ആ സ്റ്റേജ് നിൽക്കുവാണല്ലോ, അതാണ് നമ്മുടെ റേഷ്യോ 30:8. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മിൽക്ക് ആഡ് ചെയ്യുന്നു, വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു. അതായത് എന്താണ്? 4:1 എന്നുള്ള റേഷ്യോ 1:4 ആവുന്നു. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന മിൽക്കാണ്. അപ്പോൾ വാട്ടറിന്റെ ഇത് കണ്ടന്റ് സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 32 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എത്ര കിട്ടും? 8ൽ നിന്ന് 128 ആവും. അതായത് y എന്ന് പറയുന്ന 128 - 8 എന്ന് പറയുന്നത് 120 ലിറ്റേഴ്സ് ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് മിക്സ്ഡ് അലിഗേഷനിൽ ടൈപ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് SSC ഒക്കെ. അപ്പം എല്ലാവർക്കും ഇതൊരു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് അലിഗേഷൻ ചെറിയൊരു പോർഷൻ ആണ് എന്ന് തോന്നിയാലും മറ്റു പല പോർഷൻസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.